ഓം ശാന്തി. 15/2/2014 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുന്നു മുള്ളുകളെ പുഷ്പമാക്കുന്നതിന്. ബാബയ്ക്ക് സ്നേഹം മുള്ളുകളോടുമുണ്ട്, അതുപോലെ പൂക്കളോടുമുണ്ട്. മുള്ളുകളെ പുഷ്പമാക്കുന്നതിനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. ചോദ്യം: ഏതു കുട്ടികൾക്കാണ് ജ്ഞാനത്തിന്റെ ധാരണയുണ്ടാകുന്നത്? അവരുടെ അടയാളം കേൾപ്പിക്കൂ. ഉത്തരം: അവർ അത്ഭുതം ചെയ്ത് കാണിക്കും. അവർക്ക് തന്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അമ്പ് തറച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടോമോഹയായി ആത്മീയ സേവനത്തിൽ മുഴുകും. അവരുടെ അവസ്ഥ ഏകരസവും അചഞ്ചലവും ഇളകാത്തതുമായിരിക്കും. ഒരിക്കലും ഒരു വിവേകശൂന്യമായ പ്രവൃത്തിയും ചെയ്യില്ല. ആർക്കും ദുഃഖം നൽകില്ല. അവഗുണങ്ങളാകുന്ന മുള്ളുകളെ ഇല്ലാതാക്കി മുന്നോട്ടു പോകും. ഓം ശാന്തി. ഇത് കുട്ടികൾക്കറിയാം, ബാബ വലിയ ലിവർ ക്ലോക്കാണ്. തീർത്തും കൃത്യമായ സമയത്തിൽ മുള്ളുകളെ പൂക്കളാക്കാൻ വരുന്നു. സെക്കൻഡ് പോലും കുറയുകയോ കൂടുകയോ ഇല്ല. അല്പം പോലും വ്യത്യാസം ഉണ്ടാകുകയില്ല. ഇതും മധുരമധുരമായ കുട്ടികൾക്കറിയാം. അതായത് ഈ സമയം കലിയുഗി മുള്ളുകളുടെ കാടാണ്. അതുകൊണ്ട് പുഷ്പമാകുന്നവർക്ക് ഈ ചിന്തയുണ്ടാവണം. അതായത് നമ്മൾ പുഷ്പമായി കൊണ്ടിരിക്കുകയാണ്. മുൻപ് നമ്മൾ എല്ലാവരും മുള്ളുകളായിരുന്നു. ചിലർ ചെറുത്, ചിലർ വലുത്. ചിലർ വളരെ ദുഃഖം നൽകിയിരുന്നു, ചിലർ കുറച്ച്. ഇപ്പോൾ ബാബയ്ക്ക് സ്നേഹം എല്ലാവരോടുമുണ്ട്, മഹിമയുമുണ്ട്. മുള്ളുകളോടും സ്നേഹം, പൂക്കളോടും സ്നേഹം. ആദ്യം ആരോടാണ് സ്നേഹമുള്ളത്? തീർച്ചയായും മുള്ളുകളോടാണ് സ്നേഹമുള്ളത്. ഇത്രയും സ്നേഹമുണ്ട്, പരിശ്രമിച്ച് അവരെ മുള്ളിൽ നിന്നും പുഷ്പമാക്കുന്നു. വരുന്നത് തന്നെ മുള്ളുകളുടെ ലോകത്തിലാണ്. ഇതിൽ സർവവ്യാപിയുടെ കാര്യം സാധ്യമല്ല. ഒരാളുടെ മഹിമ തന്നെയാണ് പാടുന്നത്. മഹിമയുള്ളത് ആത്മാവിനാണ്. എപ്പോഴാണോ ആത്മാവ് ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നത്, അപ്പോഴാണ് മഹിമ. ശ്രേഷ്ഠാചാരിയാകുന്നത് ആത്മാവാണെങ്കിൽ ഭ്രഷ്ടാചാരിയാകുന്നതും ആത്മാവാണ്. ആത്മാവ് ശരീരം ധാരണ ചെയ്ത് എങ്ങനെയെല്ലാമാണോ പാർട്ട് അഭിനയിക്കുന്നത്, അതനുസരിച്ച് പറയുന്നു, ഇത് കുകർമ്മിയാണ്, ഇത് സുകർമ്മിയാണ്. ആത്മാവ് തന്നെയാണ് നല്ലതോ മോശമോ ആയ കർമ്മം ചെയ്യുന്നത്. സ്വയത്തോട് ചോദിക്കൂ, സത്യുഗി ദൈവിക പുഷ്പമാണോ അതോ കലിയുഗി ആസുരീയ മുള്ളാണോ? സത്യുഗം എവിടെ കിടക്കുന്നു? കലിയുഗം എവിടെ കിടക്കുന്നു? ദൈവികം എവിടെ കിടക്കുന്നു? ആസുരീയം എവിടെ കിടക്കുന്നു? വളരെ വ്യത്യാസമുണ്ട്. ആരാണോ മുള്ളുകളായിട്ടുള്ളത് അവർക്ക് സ്വയത്തെ പൂവെന്ന് പറയാൻ സാധിക്കില്ല. പൂക്കൾ ഉണ്ടാകുന്നത് സത്യുഗത്തിലാണ്, കലിയുഗത്തിൽ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇതാണ് സംഗമയുഗം. ഇവിടെയാണ് നിങ്ങൾ മുള്ളിൽ നിന്ന് പുഷ്പമാകുന്നത്. ടീച്ചർ പാഠം നൽകുന്നു. കുട്ടികളുടെ ജോലിയാണ് അതിനെ റിഫൈൻ ചെയ്ത് പറയുക. അതിൽ ഇതും എഴുതൂ. അഥവാ പുഷ്പമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് പുഷ്പമാക്കി മാറ്റുന്ന പരംപിത പരമാത്മാവിനെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ അവഗുണമില്ലാതായി നിങ്ങൾ സദോ പ്രധാനമാകും. ബാബ രൂപരേഖ നൽകുകയാണ്. കുട്ടികളുടെ ജോലിയാണ് ശരിയാക്കി അച്ചടിക്കുക എന്നത്. അപ്പോൾ മുഴുവൻ മനുഷ്യരുടെയും ചിന്തയിൽ പെടും. ഇത് പഠിപ്പാണ്. ബാബ നിങ്ങളെ പരിധിയില്ലാത്ത ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിപ്പിക്കുകയാണ്. സ്കൂളുകളിലാണെങ്കിൽ പഴയ ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ് പഠിപ്പിക്കുന്നത്. പുതിയ ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആർക്കും അറിയുക തന്നെയില്ല. അതുകൊണ്ട് ഇത് പഠിപ്പാണ്, വിവേകവുമാണ്. എന്തെങ്കിലും മോശമായ കാര്യം ചെയ്യുന്നത് വിവേകമില്ലായ്മയാണ്. വീണ്ടും മനസ്സിലാക്കി തരികയാണ്, ദുഃഖം നൽകുന്ന വികാരി കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. ദുഃഖഹർത്താവ് സുഖകർത്താവ് എന്നത് ബാബയുടെ മഹിമയല്ലേ? ആർക്കും ദുഃഖം കൊടുക്കാതിരിക്കാൻ ഇവിടെ നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ ശിക്ഷണ നൽകുകയാണ്. സദാ സുഖം നൽകിക്കൊണ്ടിരിക്കൂ. ഈ അവസ്ഥ അത്ര പെട്ടെന്നൊന്നും ഉണ്ടാകില്ല. ബാബയുടെ സമ്പത്ത് സെക്കൻഡിൽ എടുക്കാൻ സാധിക്കും. ബാക്കി യോഗ്യനാകാൻ സമയമെടുക്കുന്നു. മനസ്സിലാക്കുന്നുണ്ട്, പരിധിയില്ലാത്ത അച്ഛന്റെ സമ്പത്താണ് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി. നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ടാകും. അതായത് പാർലൗകിക പിതാവിൽ നിന്ന് ഭാരതത്തിന് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യർ പറയുന്നത് 1,00,000 വർഷങ്ങൾ എന്നാണ്. ഓരോരോ യുഗത്തിന്റെയും ആയുസ് 1,00,000 വർഷങ്ങൾ. ഇതെവിടെ കിടക്കുന്നു? മുഴുവൻ കൽപ്പത്തിന്റെയും ആയുസ് 5,000 വർഷം എവിടെ കിടക്കുന്നു? വളരെ വ്യത്യാസമുണ്ട്.
ജ്ഞാനത്തിന്റെ സാഗരൻ, ഒരേയൊരു പരിധിയില്ലാത്ത ബാബയാണ്. ബാബയിൽ നിന്ന് ദൈവിക ഗുണം ധാരണ ചെയ്യണം. ഈ ലോകത്തിലെ മനുഷ്യർ ദിനം പ്രതിദിനം തമോപ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ അവഗുണം പഠിച്ചുകൊണ്ടിരിക്കുന്നു. മുൻപ് ഇത്രയും അഴിമതിയും മായം ചേർക്കലും ഭ്രഷ്ടാചാരവും ഇല്ലായിരുന്നു. ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ ഓർമ്മയിലൂടെ സതോപ്രധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ ഇറങ്ങിയത് പിന്നീട് പോകേണ്ടതും അങ്ങനെ തന്നെ. ആദ്യം ബാബയെ ലഭിച്ചു, അതിന്റെ സന്തോഷമുണ്ടായിരുന്നു, കണക്ഷൻ ചേർന്നു, പിന്നീടാണ് ഓർമ്മയുടെ യാത്ര. ആരാണോ കൂടുതൽ ഭക്തി ചെയ്തത് അവർക്ക് കൂടുതൽ ഓർമ്മയുടെ യാത്രയുണ്ടാകും. വളരെ കുട്ടികൾ പറയാറുണ്ട്, ബാബ ഓർമ്മ നിൽക്കുന്നില്ല, ഭക്തിയിലും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. കഥ കേൾക്കാനിരിക്കുകയാണെങ്കിൽ ബുദ്ധി മറ്റു പലതിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്നു. കേൾപ്പിക്കുന്ന ആൾ കാണുന്നുണ്ടായിരിക്കും. പിന്നീട് പെട്ടെന്ന് ചോദിക്കുന്നു, ഞാൻ എന്താണ് കേൾപ്പിച്ചത്? അപ്പോൾ അമാന്തിക്കും. ചിലർ പെട്ടെന്ന് പറയും, എല്ലാവരും ഒരുപോലെയായിരിക്കില്ല. ഇനി ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്നാൽ ധാരണ ഒന്നും തന്നെ ഇല്ല. അഥവാ ധാരണയുണ്ടെങ്കിൽ അത്ഭുതം ചെയ്തു കാണിക്കും. അവർക്ക് തന്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഇനി ആർക്കെങ്കിലും വീട്ടിൽ വളരെ സുഖ സൗകര്യങ്ങളുണ്ട്, കൊട്ടാരവും വാഹനങ്ങളും തുടങ്ങിയതെല്ലാം ഉണ്ട്. എന്നാൽ പോലും ഒരു പ്രാവശ്യം അമ്പേറ്റാൽ മതി, പതിയോട് പറയും, ഞാൻ ഈ ആത്മീയ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മായ വളരെ ശക്തിശാലിയാണ്, ചെയ്യാൻ അനുവദിക്കില്ല. മോഹമില്ലേ? ഈ കൊട്ടാരം, ഇത്രയും സുഖം എങ്ങനെ ഉപേക്ഷിക്കും? നോക്കൂ, ഇത്രയും പേർ, അതായത് ആദ്യം ആരാണോ ഓടി വന്നത് അവർ വലിയ വലിയ ലക്ഷാധിപതികളുടെയും കോടിപതികളുടെയും വീട്ടിലേതായിരുന്നു. എല്ലാം ഉപേക്ഷിച്ചു വന്നു. ഇത് ഭാഗ്യമാണ് കാണിക്കുന്നത്. ഉപേക്ഷിക്കുന്നതിനുള്ള ഇത്രയും ശക്തിയില്ല. രാവണന്റെ ചങ്ങലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതാണ് ബുദ്ധിയുടെ ചങ്ങലകൾ. ബാബ മനസ്സിലാക്കി തരികയാണ്, നോക്കൂ, നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരി പൂജ്യരായാണ് മാറുന്നത്. ബാബ ഗ്യാരണ്ടി ചെയ്യുകയാണ്, 21 ജന്മം നിങ്ങൾ ഒരിക്കലും രോഗിയാകില്ല. സദാ ആരോഗ്യവാനായി 21 ജന്മം ജീവിക്കും. ഇനി നിങ്ങൾ പതിയോടൊപ്പം തന്നെ കഴിയൂ. കേവലം അതിന്റെ ലീവ് എടുക്കൂ. പവിത്രമാക്കും. ഇത് നിങ്ങളുടെ കർത്തവ്യമാണ്, ബാബയെ ഓർമ്മിക്കുക എന്നത്. അതിലൂടെ അപാരമായ സുഖം ലഭിക്കും. ഓർമ്മിച്ച് തമോപ്രധാനത്തിൽ നിന്ന് സതോപ്രധാനമായി മാറും. എത്ര അറിവിന്റെ കാര്യമാണ്. ശരീരത്തിന് ഗ്യാരണ്ടിയില്ല, അതുകൊണ്ട് ബാബയുടേതായി മാറൂ. അതുപോലെ പ്രിയപ്പെട്ട ഒരാൾ വേറെ ആരുമില്ല. ബാബ വിശ്വത്തിന്റെ അധികാരിയാക്കുന്നു. ഇങ്ങനെ പറയുന്നു, എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും സതോപ്രധാനമായി മാറൂ. നിങ്ങൾ അപാര സുഖം കാണിക്കൂ. ബാബ സ്വർഗത്തിന്റെ കവാടം ഈ നാരികളിലൂടെ തുറപ്പിക്കുകയാണ്. മാതാക്കളിൽ തന്നെയാണ് ജ്ഞാനത്തിന്റെ കലശം വെക്കുന്നത്. ബാബ മാതാക്കളെ തന്നെയാണ് ട്രസ്റ്റിയാക്കിയത്. എല്ലാം നിങ്ങൾ മാതാക്കൾ തന്നെ സംരക്ഷിക്കൂ. ബ്രഹ്മാവിലൂടെയല്ലേ കലശം വെച്ചത്. പിന്നീട് ബ്രഹ്മാബാബ എഴുതി വിചാരസാഗര മഥനം ചെയ്തു. അമൃതത്തിന്റെ കലശം ലക്ഷ്മിക്ക് നൽകി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ സ്വർഗത്തിന്റെ കവാടം തുറന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ബാബയുടെ അടുത്തു നിന്ന് സമ്പത്ത് എടുത്തുകൂടാ? എന്തുകൊണ്ട് വിജയമാലയിൽ കോർക്കപ്പെട്ടുകൂടാ? മഹാവീരനായിക്കൂടാ? പരിധിയില്ലാത്ത അച്ഛൻ കുട്ടികളെ മടിയിലെടുക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വർഗത്തിന്റെ അധികാരിയാക്കുന്നതിനു വേണ്ടി. തീർത്തും മുള്ളുകളായിരുന്നവർക്കിരുന്ന് പഠിപ്പ് നൽകുകയാണ്. അപ്പോൾ മുള്ളുകളോട് സ്നേഹമില്ലേ? അതുകൊണ്ടല്ലേ അവരെ പുഷ്പമാക്കി മാറ്റുന്നത്. ബാബയെ വിളിക്കുന്നത് തന്നെ പതീത ലോകത്തിലേക്ക്, പതീത ശരീരത്തിലേക്കാണ്. നിർവ്വഹണം ഉപേക്ഷിച്ച് ഇവിടെ വരൂ. ബാബ പറയുന്നു, ഡ്രാമ അനുസരിച്ച് എനിക്ക് മുള്ളുകളുടെ ലോകത്തിലേക്ക് തന്നെയാണ് വരേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായും സ്നേഹമുണ്ട്. സ്നേഹമില്ലാതെ എങ്ങനെ പുഷ്പമാക്കും? ഇപ്പോൾ നിങ്ങൾ കലിയുഗി മുള്ളിൽ നിന്നും സത്യുഗി ദേവത, സതോപ്രധാന വിശ്വത്തിന്റെ അധികാരിയാകൂ. എത്ര സ്നേഹത്തോടെയാണ് മനസ്സിലാക്കി തരുന്നത്. കുമാരി പുഷ്പമാണ്, അതുകൊണ്ടാണ് എല്ലാവരും അവരുടെ കാലുകളിൽ വീഴുന്നത്. അവർ എപ്പോഴാണോ മുള്ളുകളാകുന്നത് അപ്പോൾ എല്ലാവരും മുന്നിലും തലകുനിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് എന്തു ചെയ്യണം? പുഷ്പത്തിലും പുഷ്പമായിരിക്കുകയാണെങ്കിൽ സദാ പുഷ്പമായിരിക്കും. കുമാരി നിർവികാരിയല്ലേ? ജന്മം വികാരത്തിലൂടെയാണ് എടുത്തതെങ്കിലും എങ്ങനെയാണോ സന്യാസി വികാരത്തിലൂടെയല്ലേ ജന്മമെടുത്തത്? വിവാഹം ചെയ്ത് പിന്നീട് വീടിനെയും കുടുംബത്തെയും ഒഴിചൊല്ലുന്നു. അവരെ പിന്നീട് മഹാനാണെന്ന് പറയുന്നു. എവിടെ കിടക്കുന്നു ആ സത്യുഗത്തിന്റെ മഹാനാത്മാവ്, വിശ്വത്തിന്റെ അധികാരി? എവിടെ കിടക്കുന്നു ഈ കലിയുഗത്തിന്റെ അധികാരി?
അപ്പോഴാണ് ബാബ പറയുന്നത്, ചോദ്യം എഴുതൂ. അതായത് കലിയുഗി മുള്ളാണോ അതോ സത്യുഗി പുഷ്പമാണോ, ഭ്രഷ്ടാചാരിയാണോ അതോ ശ്രേഷ്ഠാചാരിയാണോ? ഇതാണ് ഭ്രഷ്ടാചാരി ലോകം. ഏതുവരെയാണോ രാവണ രാജ്യമുള്ളത് അതുവരെ ഇത് നിലനിൽക്കും. പറയുന്നുണ്ട് ആസുരീയ രാജ്യം, രാക്ഷസ രാജ്യം എന്നൊക്കെ. പക്ഷെ അത് ഞാനാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ വളരെ യുക്തിയോടെ ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അവർ സ്വയം തന്നെ മനസ്സിലാക്കുന്നു നമ്മളും കാമിയും ക്രോധിയും ലോഭിയുമാണെന്ന്. പ്രദർശിനിയിലും ഇങ്ങനെ എഴുതൂ. അപ്പോൾ അവർക്ക് ഫീലിംഗ് വരും, ഞാൻ കലിയുഗിയുമുള്ളാണ്. അപ്പോൾ നിങ്ങൾ പുഷ്പമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബയാണെങ്കിൽ സദാ പുഷ്പമാണ്. ബാബ ഒരിക്കലും ഉള്ളാകുന്നതേയില്ല. ബാക്കി എല്ലാവരും ഉള്ളാകുന്നു. ആ പുഷ്പം പറയുകയാണ്, നിങ്ങളെയും പുഷ്പമാക്കുകയാണ്. നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. മായ എത്ര പ്രബലനാണ്. അതുകൊണ്ട് നിങ്ങൾക്കെന്താ മായയുടേതാകണോ? ബാബ നിങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുകയാണ്. മായ തന്റെ വശത്തേക്ക് വിളിക്കുകയാണ്. ഇതാണ് പഴയ ചെരുപ്പ്. ആത്മാവിന് ആദ്യം പുതിയ ചെരുപ്പാണ് ലഭിക്കുന്നത്, പിന്നീട് പഴയതാകുന്നു. ഈ സമയം എല്ലാ ചെരുപ്പുകളും തമോപ്രധാനമാണ്. ഞാൻ നിങ്ങൾക്ക് പട്ടിന്റേതുണ്ടാക്കി തരികയാണ്. അവിടെ ആത്മാവ് പവിത്രമായത് കാരണം ശരീരവും പട്ടിന്റേതായിരിക്കും. ഒരു കുറവുമില്ല. ഇവിടെയാണെങ്കിൽ വളരെ കുറവുകളുണ്ട്. അവിടുത്തെ വിശേഷതകൾ നോക്കൂ, എത്ര സുന്ദരമാണ്. ആ സവിശേഷതകൾ ഇവിടെ ഉണ്ടാകാൻ സാധിക്കില്ല. ഇപ്പോൾ ബാബയും പറയുന്നു, ഞാൻ എത്ര ഉയർന്നതാക്കിയാണ് മാറ്റുന്നത്. ഗൃഹസ്ഥത്തിലിരുന്നും താമരയ്ക്ക് സമാനം പവിത്രമാകൂ. ഒപ്പം ജന്മജന്മാന്തരമായി ഏതൊരു കറയാണോ പിടിച്ചിട്ടുള്ളത് അതിനെ ഇല്ലാതാക്കാൻ യോഗ അഗ്നിയുണ്ട്. ഇതിൽ എല്ലാ പാപങ്ങളും ഭസ്മമാകും. നിങ്ങൾ പക്കാ സ്വർണമാകും. കറയില്ലാതാക്കാനുള്ള വളരെ നല്ല യുക്തി പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്. ആത്മാവ് വളരെ ചെറുതാണ്. വലുതാണെങ്കിൽ ഇതിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. എങ്ങനെ സാധിക്കും? ആത്മാവിനെ കാണാനായി ഡോക്ടർമാർ വളരെ തല പുകയ്ക്കുന്നുണ്ട്, പക്ഷെ കാണാൻ കഴിയുന്നില്ല. സാക്ഷാത്കാരം ഉണ്ടാകും, എന്നാൽ സാക്ഷാത്കാരത്തിലൂടെയാണെങ്കിൽ ഒരു ലാഭവും ഉണ്ടാകുന്നില്ല. വിചാരിക്കൂ, നിങ്ങൾക്ക് വൈകുണ്ഠത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടായി, എന്നാൽ ഇതിലൂടെ പ്രയോജനം എന്താണ്? വൈകുണ്ഠവാസിയാകുന്നത് ഈ പഴയ ലോകം അവസാനിക്കുമ്പോഴാണ്. ഇതിനുവേണ്ടി നിങ്ങൾ യോഗത്തിന്റെ അഭ്യാസം ചെയ്യൂ. അപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ ആദ്യം മുള്ളുകളോടാണ് സ്നേഹമുള്ളത്. ഏറ്റവും വലിയ സ്നേഹത്തിന്റെ സാഗരൻ ബാബയാണ്. നിങ്ങൾ കുട്ടികളും മധുരമാകുകയാണ്. ബാബ പറയുന്നു, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി സഹോദരനെ നോക്കൂ. എങ്കിൽ ക്രിമിനൽ ചിന്ത തീർത്തും ഇല്ലാതാകും. സഹോദര സഹോദരിയുടെ സംബന്ധത്തിൽ പോലും ബുദ്ധി ചഞ്ചലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സഹോദരനെ നോക്കൂ. അവിടെയാണെങ്കിൽ ബോധം വരാനോ മോഹം പോകാനോ ശരീരം തന്നെ ഇല്ല. ബാബ ആത്മാക്കളെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഈ ശരീരം വിനാശിയാണ്. ഇതിനോട് അല്പം പോലും ഹൃദയം വെക്കരുത്. സത്യയുഗത്തിൽ ഇതിനോട് പ്രീതി ഉണ്ടായിരിക്കില്ല. മോഹാജീത് രാജാവിന്റെ കഥ കേട്ടിട്ടില്ലേ? പറയൂ, ആത്മാവ് ഒരു ശരീരം വിട്ടുപോയി അടുത്തതെടുക്കും. ലഭിച്ചിട്ടുള്ള പാർട്ടാണ്. മോഹം എന്തിനു വയ്ക്കണം? അതുകൊണ്ടാണ് ബാബയും പറയുന്നത്, ജാഗ്രതയോടെ കഴിയൂ. അമ്മ മരിച്ചാലും ഭാര്യ മരിച്ചാലും ഹൽവ കഴിക്കണം. ഈ പ്രതിജ്ഞ ചെയ്യൂ, ആര് മരിച്ചാലും ഞാൻ കരയില്ല. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ ഓർമ്മിക്കൂ. സതോപ്രധാനമാകൂ. വേറൊരു വഴിയുമില്ല സതോപ്രധാനമാകുന്നതിന്. പുരുഷാർത്ഥത്തിലൂടെ മാത്രമാണ് വിജയമാലയുടെ മുത്താകുന്നത്. പുരുഷാർത്ഥത്തിലൂടെ എന്താഗ്രഹിക്കുന്നോ അതാകാൻ സാധിക്കും. ബാബ മനസ്സിലാക്കി തരുന്നുണ്ട്, എത്ര പുരുഷാർത്ഥമാണോ കൽപ്പം മുൻപ് ചെയ്തിട്ടുണ്ടാവുക അത്ര തന്നെ ചെയ്യുകയുള്ളൂ. ബാബ ദരിദ്രരുടെ നാഥനാണ്. ദാനവും ദരിദ്രർക്കാണ് നൽകുക. ബാബ സ്വയം പറയുകയാണ്, ഞാൻ സ്വയം സാധാരണ ശരീരത്തിലാണ് വരുന്നത്. ദരിദ്രനുമല്ല ധനവാനുമല്ല. നിങ്ങൾ കുട്ടികൾ മാത്രമാണ് ബാബയെ അറിയുന്നത്. ബാക്കി മുഴുവൻ ലോകവും സർവവ്യാപി എന്ന് പറയുന്നു. ബാബ ഇങ്ങനെയുള്ള ധർമ്മ സ്ഥാപനയാണ് നടത്തുന്നത്. അവിടെ ദുഃഖത്തിന്റെ പേരുപോലും ഉണ്ടായിരിക്കില്ല. ഭക്തി മാർഗത്തിൽ മനുഷ്യൻ ആശീർവാദം ചോദിക്കാറുണ്ട്. ഇവിടെയാണെങ്കിൽ കൃപയുടെ ഒരു കാര്യവുമില്ല. തല ആരുടെ മുന്നിൽ കുനിക്കും? ബിന്ദു അല്ലേ? വലിയ വസ്തുവാണെങ്കിൽ തലകുനിക്കാം. ചെറിയ വസ്തുവിന് മുമ്പിൽ തലകുനിക്കാനും സാധിക്കില്ല. ആരെ കൈകൂപ്പും? ഈ ഭക്തി മാർഗത്തിന്റെ അടയാളങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്നു. കൈകൂപ്പുന്നത് ഭക്തി മാർഗത്തിലാണ്. സഹോദരിയും സഹോദരനുമാണ്. വീട്ടിലെന്താ കൈകൂപ്പുമോ? കുട്ടിയെ ചോദിക്കുന്നത് തന്നെ അവകാശിയാക്കാൻ വേണ്ടിയാണ്.
കുട്ടി അധികാരിയല്ലേ, അതുകൊണ്ടാണ് ബാബ കുട്ടികൾക്ക് നമസ്കാരം പറയുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണ: വിനാശി ശരീരത്തിൽ മനസ്സ് വെക്കരുത്, മോഹാജീതാകണം. പ്രതിജ്ഞ ചെയ്യൂ, ആര് ശരീരം വിട്ടാലും ഞാൻ കരയില്ല. ബാബയ്ക്ക് സമാനം മധുരമാകണം. എല്ലാവർക്കും സുഖം നൽകണം, ആർക്കും ദുഃഖം നൽകരുത്. മുള്ളുകളെ പൂക്കളാക്കുന്നതിനുള്ള സേവനം ചെയ്യണം. തന്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. വരദാനം: ജ്ഞാനസമ്പന്നനായ ദാതാവായി മാറി സർവ ആത്മാക്കളെ പ്രതിയും ശുഭചിന്തകനാകുന്ന ശ്രേഷ്ഠ സേവാധാരിയായി ഭവിക്കട്ടെ. ശുഭചിന്തകനാകുന്നതിന്റെ വിശേഷ ആധാരം ശുഭചിന്തനമാണ്. ആരാണോ വ്യർത്ഥ ചിന്തനം അഥവാ പരചിന്തനം ചെയ്യുന്നത്, അവർക്ക് ശുഭചിന്തകരാകാൻ സാധിക്കില്ല. ശുഭചിന്തക മണികളുടെ അടുത്ത് ശുഭചിന്തനത്തിന്റെ ശക്തിശാലി ഖജനാവ് സദാ നിറഞ്ഞിരിക്കും. നിറവിന്റെ കാരണത്താൽ തന്നെ മറ്റുള്ളവരെ പ്രതി ശുഭചിന്തകനാകാൻ സാധിക്കും. ശുഭചിന്തകർ അർത്ഥം സർവജ്ഞാനരത്നങ്ങളാലും നിറഞ്ഞത്. ഇങ്ങനെയുള്ള ജ്ഞാനസമ്പന്നനായ ദാതാവ് തന്നെയാണ് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും എല്ലാവരുടെയും സേവനം ചെയ്ത് ശ്രേഷ്ഠ സേവാധാരിയാകുന്നത്. സ്ലോഗൻ: വിശ്വരാജ്യ അധികാരിയാകണമെങ്കിൽ വിശ്വപരിവർത്തനത്തിന്റെ കാര്യത്തിൽ നിമിത്തമാകൂ. ഓം ശാന്തി.